നമസ്കാരം. കേരളത്തിൽ വലിയൊരു ഉരുൾപൊട്ടലുണ്ടായി. നമ്മൾ ഒരുപാട് സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു. കുറേ ആളുകളുടെ വീടും ജീവിതമാർഗവും ഒക്കെ നഷ്ടപ്പെട്ടു. ഒരുപാട് ആളുകൾ ഇപ്പോൾ ക്യാമ്പുകളിലാണ് താമസിക്കുന്നത്. വയനാട്ടിലെ ആ ഒരു ഉരുൾപൊട്ടൽ കാരണം ഇപ്പോൾ എത്രയോ അധികം ആളുകൾ എയറിൽ പോയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു ദുരന്തം നടന്നു കഴിഞ്ഞതിന് ശേഷം എത്രയോ അധികം ആളുകൾ ധനസഹായം പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ അധികം പോസ്റ്റും കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സിനിമാ നടന്മാര്, അതുപോലെ തന്നെ മന്ത്രിമാർ, അങ്ങനെ കുറേ അധികം ആളുകൾ എന്ത് ചെയ്തിരുന്നു, ധനസഹായം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ബോച്ചെ അതുപോലുള്ള എടുത്തു പറയേണ്ട കുറേ അധികം ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ ഏതായാലും കുറേ അധികം ആളുകൾ ധനസഹായമായിട്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഇവിടെ ഒരാൾ കൂടെ ഏറിയായിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയോട് ഏതോ ഒരു വാർത്താ മാധ്യമം, ഞാൻ പേരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, അവർ ചോദിക്കുന്നുണ്ട്, ഇതൊരു ദേശീയ ദുരന്തമാക്കാനുള്ള സാധ്യതയുണ്ടോ, അതുപോലെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും സഹായം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ സുരേഷ് ഗോപിയോട് അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും ആ ഒരു സമയത്ത് സുരേഷ് ഗോപി നല്ല ഒരു മറുപടിയാണ് പറയുന്നത്. നമുക്ക് ഏതായാലും അതൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? അന്വേഷിക്കുക. ആദ്യം കുത്തിത്തിരിപ്പുണ്ടാക്കാതെ ആദ്യം അത് അന്വേഷിക്കുക. അതിനുള്ള നിയമം ഉണ്ടോ? അല്ല, അത് അന്വേഷിക്കും. നിങ്ങൾ അതിന് സാധ്യത ഉണ്ടോന്ന് അന്വേഷിക്കും. ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ ഉണ്ടോ? ആദ്യം പോയി നിയമം. അല്ല, അങ്ങനെയില്ല. നമുക്കൊരു സഹായം വേണ്ട. സഹായം കേരളത്തിന് സഹായം വേണ്ടേ? സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? അതിനുള്ള കാര്യങ്ങൾ നടത്തും. സഹായം മാത്രമല്ല, ഇനി ഇതുണ്ടാവാതിരിക്കാനുള്ള, അതാണ് മുഖ്യം. ഇത്ര ദിവസമായിട്ട് പോലും കേരളത്തിന് ഒരു അടിയന്തരമായ ധനസഹായം ഒന്നിനും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും. അപ്പൊ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ. അതിനുള്ള സമയം ആയിട്ടില്ലല്ലോ. ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ. അത് സ്റ്റേറ്റ് പലവണ ആവശ്യപ്പെട്ടല്ലോ. ഇപ്പൊ കേന്ദ്ര പാർലമെന്റ് എല്ലാ എംപിമാരും ആവശ്യപ്പെട്ടില്ലേ? താങ്കളൊരു കേന്ദ്രമന്ത്രിയാണല്ലോ. അമൃതയാണോ? അല്ല, അതല്ല നമ്മൾ ചോദിക്കുന്നത്. കേരളത്തിലാണ് ചോദിക്കുന്നത്. അതിനകത്ത് നല്ല കുത്തിത്തിരിപ്പുണ്ട്. സഹായം ലഭിക്കുമോ എന്നുള്ള ജനങ്ങൾക്ക് എത്തേണ്ടതെത്തും. രാഷ്ട്രീയ വക്താവായിട്ട് വരരുത് പ്ലീസ്. അല്ല, ഇതുവരെ എന്ത് ഇടപെടൽ നടത്തിയെന്നുള്ള കാര്യത്തിലൊന്നും പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണത്? നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ദേ കണ്ടില്ലേ, നിങ്ങൾ എല്ലാവരും കൂടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നമ്മുടെ സ്വന്തം സുരേഷ് അണ്ണനാണ് ഈ പറയുന്നത്. എങ്ങനെയുണ്ട്? നീ പോയിട്ട് പഠിച്ചിട്ട് വാ എന്നാണ് പറയുന്നത്. ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ വല്ല പദ്ധതിയും ഉണ്ടെന്ന് ചോദിച്ച സമയത്താണ് നിങ്ങൾ പോയിട്ട് പഠിച്ചിട്ട് വാ എന്ന് പറയുന്നത്. നല്ലവണ്ണം പഠിച്ചിട്ട് വരി മക്കളെ. എങ്ങനെയുണ്ട്? പിന്നെ കൂടാതെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വല്ല സഹായം ആയിട്ടില്ല, അതിനൊന്നും സമയമായിട്ടില്ല. ഞങ്ങൾ പഠിക്കുന്നേ ഉള്ളൂ. ദുരന്തം എത്രത്തോളം ഉണ്ട്, അതിൽ എത്ര ആളുകൾ മരണപ്പെട്ടു, അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് പഠിച്ചിട്ട് മാത്രമേ ഞങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തുവിടുകയുള്ളൂ. അങ്ങനെയാണ് സുരേഷ് അണ്ണൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവരിപ്പോഴും ആ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അവര് എന്താ പറയാ, വാർത്തകൾ പോലും കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ട് ഒരു വാർത്ത കാണുന്ന ഒരു വ്യക്തിക്ക് എന്താ പറയാ, അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകുമെന്നുള്ളതാണ്. പക്ഷെ ഇവര് അതുപോലും കാണുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. സുരേഷ് ഗോപിയെ പോലുള്ള ഒരു വ്യക്തിയൊന്നും ഇങ്ങനെയല്ലായിരുന്നു പ്രതികരിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ എന്താ പറയാ, ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണമായിരുന്നു. ഇത് ഒരുമാതിരി എന്താ പറയാ, ഇതിനൊന്നും പറയാൻ വാക്കുകളില്ല. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സുരേഷ് ഗോപി ഇപ്പൊ എയറിലാണെന്നുള്ളത് വളരെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരന്റെ ഈ ഒരു പ്രതികരണം. ഇത് അത്യാവശ്യം മോശമായിട്ടുള്ള പ്രതികരണമായി. കുറച്ചുകൂടെ നല്ല മാന്യമായിട്ട് സംസാരിക്കാമായിരുന്നു പുള്ളിക്കാരനെ. അപ്പോൾ സുരേഷ് ഗോപി മാത്രമല്ല ഇവിടെ എയറിലായിട്ടുള്ളത്, കുറേ അധികം ആളുകൾ എയറിലായിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ട ഒന്നെന്ന് പറയുന്നത്, രക്ഷാപ്രവർത്തനത്തിന് വന്ന എല്ലാവരും ഒരൊറ്റ കളർ ഡ്രസ് ഇട്ടാണ് വന്നിട്ടുള്ളത്. അതായത് അവരുടെ പാർട്ടി ഏതാണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ എത്തിയിട്ടുള്ളത്. ആ പാർട്ടിയിലുള്ള വ്യക്തികൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടും കുറേയധികം കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതിന്റെ ഒരു സൈഡ് പിക്ചർ കൊടുക്കുന്നുണ്ട്. നമ്മൾ അതേ പറ്റിയൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അക്കൗണ്ടിൽ അത് ഉണ്ടാകും. അപ്പോൾ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കുറേയധികം ആളുകൾ ചിന്തിക്കുന്നത്. അപ്പൊ ഏതായാലും ഈ സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളെ എതിർത്തുകൊണ്ട് നമ്മുടെ റിട്ടയർഡ് ജഡ്ജി കമാൽ പാഷ സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരന്റെ വാക്കുകൾ കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിന് ഇവിടുന്ന് പോയ ഒരു എം പി ആണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മണ്ഡലം അല്ലാതുകൊണ്ടായിരിക്കും. ഇനി അതിനകത്ത് സമയമായിട്ടില്ലെന്ന്, എന്ന് സമയമാവും ഉള്ളത് അദ്ദേഹം ഇതുവരെ പറഞ്ഞു ഞാൻ കേട്ടില്ല. സമയമായിട്ടില്ലെന്ന് സഹായിക്കാൻ. ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. പോയി പഠിച്ചിട്ട് വരാനൊക്കെ നമ്മുടെ ബഹുമാന്യനായ എം പി പറഞ്ഞതായിട്ട് മനസ്സിലാക്കുന്നു. അദ്ദേഹം ആദ്യം പഠിക്കട്ടെ എന്താണെന്ന്, ജനങ്ങളെ സേവിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കട്ടെ. അത് തൃശ്ശൂർ അല്ലാത്തത് കൊണ്ടായിരിക്കും, ആ മണ്ഡലത്തിൽ അല്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ രീതിയിൽ ഉള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത്. ഇത് പഠിച്ചിട്ട് ശ്രീ സുരേഷ് ഗോപി ഒരു കാര്യം ചെയ്യണം, പഠിച്ചിട്ട് പ്രതികരിക്കണം. ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. ഇത് ജനങ്ങളുടെ, അതായത് എരുതിയിൽ എണ്ണ ഊരി ഒഴിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ അദ്ദേഹം ഇതുപോലുള്ള വർത്തമാനം പറയുന്നത്.
അതിനോടൊപ്പം നിൽക്കണം, ഇവിടുത്തെ ആളുകളോടൊപ്പം നിൽക്കണം. അദ്ദേഹം മലയാളിയാണെന്ന് ആദ്യം ഒന്ന് തിരിച്ചറിയണം. അത് കഴിഞ്ഞാണ് അദ്ദേഹം MP ആവുന്നത് എന്ന് കരുതിയാൽ മതി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മോശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് സുരേഷ് ഗോപി നടത്തിയതെന്നാണ് പുള്ളിക്കാരനും പറയുന്നത്. സംഭവം ശരിയാണ്, കുറച്ച് നല്ല രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി പറയാമായിരുന്നു. ഏതായാലും ഈ ഒരു ദുരന്ത സാഹചര്യത്തിലെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാര്യങ്ങൾ പറയാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും അങ്ങോട്ട് മോശമാക്കിയിട്ട് അവിടെ ഒരു എന്താ പറയുക, ഒരു പ്രതികരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഏതായാലും അതിന് എന്തോ ആയിക്കോട്ടെ, പുള്ളിക്കാരൻ ഇപ്പൊ എയറിലായിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ എയറിലാവുന്നത് വിഷയമൊന്നുമല്ല, എത്രയോ തവണ എയറിലായിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇതുമായി സംബന്ധിച്ച് മറ്റൊരു സിനിമാ നടൻ നമ്മുടെ ടോവിനോ തോമസ് രംഗത്ത് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങൾ കൂടി കേട്ടു നോക്കാം. വലിയൊരു ഉരുൾപൊട്ടലുണ്ടായി, നമ്മൾ ഒരുപാട് സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു. കുറേ ആളുകളുടെ വീടും ജീവിതമാർഗവും ഒക്കെ നഷ്ടപ്പെട്ടു. ഒരുപാട് ആളുകൾ ഇപ്പോൾ ക്യാമ്പുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുത്തുകൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകൾ വഴി ചെയ്തുകൊണ്ടാവാം, അതുമല്ലെങ്കിൽ നേരിട്ട് ഓരോ ക്യാമ്പുകളിലേക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുത്തും ആവാം. അത് ഏത് രീതിയിലാണെങ്കിലും കഴിവിൻ്റെ പരമാവധി എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം എന്ന് ഞാനും അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം ഇത് ഒരു കുറച്ച് ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കില്ല, കുറേ നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കും. രക്ഷാപ്രവർത്തനമെല്ലാം കഴിഞ്ഞ് രക്ഷപ്പെട്ട ആളുകൾ ക്യാമ്പുകളിൽ നിന്ന് എപ്പോഴാണോ അവരെ പുനരധിവസിപ്പിക്കാനായിട്ട് ഉള്ള ഒരു സമയം ആവുന്നത്, ആ സമയത്ത് അപ്പോഴായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ സഹായം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടി വരിക. അതും ഈ രക്ഷാപ്രവർത്തനം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. കാരണം ജീവിതമാർഗ്ഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട്. അപ്പോൾ ആ സമയത്തും ചെറിയ എമൗണ്ട് വലിയ എമൗണ്ട് എന്നൊന്നുമില്ല, നമ്മുടെ കഴിവ് പോലെ എന്തെങ്കിലും എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം എന്നും മലയാളികൾ. ഇതാണ് യഥാർത്ഥ മനുഷ്യൻ. കണ്ടില്ലേ നിങ്ങൾ, പുള്ളിക്കാരൻ എല്ലാവരോടും സഹായം തേടുകയാണ് ചെയ്യുന്നത്. എല്ലാവരും സഹായിക്കണം, നല്ലൊരു മനസ്സോട് കൂടിയിട്ട്. അങ്ങേരും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്നുണ്ടാകും. പുള്ളിക്കാരൻ പറയുന്നത് എല്ലാവരും ഇതിലേക്ക് ഇറങ്ങണം. പുള്ളിക്കാരൻ വേറെ എവിടെയാണെന്ന് തോന്നുന്നുണ്ട്, ഒരു ലൈവൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് തോന്നുന്നുണ്ട്. അപ്പോൾ ടോവിനോ തോമസ് പറയുന്നത് എല്ലാവരോടും സഹായിക്കണം, അത്തരത്തിലുള്ള ഒരു അഭ്യർത്ഥന അദ്ദേഹം വളരെ എളിമയോട് കൂടിയിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണ് നടത്തുന്നത്. ടോവിനോ പറഞ്ഞ കാര്യം ഇവിടെ ശരിയാണ്. കാരണം ഈ ഒരു സമയത്തല്ല കൂടുതൽ സഹായം വേണ്ടത്. ഇതൊക്കെ കഴിഞ്ഞ് അവർ ആ ഒരു ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്താണ് അവർക്ക് ധനപരമായിട്ടും മറ്റും സഹായങ്ങൾ കൂടുതൽ വേണ്ടിവരിക. ആ ഒരു സമയത്ത് കൂടെ സഹായിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ടോവിനോ എടുത്ത് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ആ ഒരു സമയത്താണ് നമുക്ക് അവരെ കൂടുതൽ സഹായിക്കാൻ തോന്നേണ്ടത്. കാരണം അങ്ങനെ അവർ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അവർ കാര്യമായിട്ടും സീറോ ആയിട്ടാണ് ഇറങ്ങുന്നത്. അവരുടെ കയ്യിലുള്ള എല്ലാം നഷ്ടപ്പെട്ടു. പണമോ സ്വർണമോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലാണ്, വീട് പോലും ഇല്ലാതെയാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്ത് കൂടെയാണ് നമ്മൾ സഹായത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരേണ്ടത്. ടോവിനോട് വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പുള്ളിക്കാരൻ വളരെ എളിമയോട് കൂടിയിട്ടാണ് അത് അപേക്ഷിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഏതായാലും കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. സുരേഷ് ഗോപി അവിടെ ഒരു ഭാഗത്ത് എയറിലാവുന്ന സമയത്ത് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ വളരെ എളിമയോട് കൂടിയിട്ടാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലരും ഇപ്പോൾ എയറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള നല്ല ആളുകളുടെ പ്രതികരണം ആണ് ആളുകൾക്ക് ഏറെ ഇഷ്ടമാവുന്നത്.